മലക്കുകൾക്ക് അള്ളാഹു നൽകിയ അറിവ് അള്ളാഹു നേരിട്ട് കൊടുത്താണ്. മനുഷ്യരെ പോലെ കാര്യങ്ങൾ പഠിക്കുക, അന്വേഷിച്ച് കണ്ടെത്തി, ഗവേഷണം നടത്തി അങ്ങനെയുള്ള ഒരു ജീവിതത്തിനല്ല അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മലക്കുകൾ അവരുടെ ജെൻഡർ ഏതാണ്? അവരാണെന്നോ പെണ്ണെന്നോ വിശേഷിപ്പിക്കാൻ പറ്റുമോ? തുടങ്ങിയ സംശയങ്ങൾ പലർക്കും ഉണ്ടാവാം. പലരും ആ വിഷയത്തിൽ അതിര് കടന്ന് പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ചില നിലപാടുകൾ സ്വീകരിച്ചവർ മക്ക ജാലിയ കാലഘട്ടം മുതലേ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആണെന്ന പെണ്ണെന്ന വേർതിരിവ് മലക്കുകളിലില്ല. അവർ പെൺമക്കളാണ് അള്ളാഹുവിൻ്റെ എന്ന വാക്കുകൾ ഗുരുതരമാണ് എന്ന് താക്കീതും ചെയ്തിട്ടുണ്ട്. ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ കടന്നു വരുന്നത് വിവാഹം, പുതിയ മക്കളുടെ സന്താന ഉൽപ്പാദനം തുടങ്ങിയ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ്. ഇതൊന്നും മലക്കുകളെ ബാധിക്കുന്ന വിഷയമല്ല. വിവാഹമോ മലക്കുകളുടെ വംശവർദ്ധനവോ ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അവിടെ ആൺ പെൺ എന്ന വേർതിരിവില്ല. അള്ളാഹു അവരെ പ്രത്യേകമായ സവിശേഷമായ ഒരു സൃഷ്ടിപ്പോടുകൂടി സൃഷ്ടിച്ചതാണ് എന്ന് മാത്രം ആ വിഷയത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ പറയുന്നുണ്ട്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞവർക്ക് മറുപടി ആയിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ അശഹിദു ഖൽഖഹും സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂൻ. അവർ പരമകാരുണ്യകൻ്റെ അടിമകളായ ഈ മലക്കുകളെ അവർ പെൺമക്കളാണെന്ന് പറഞ്ഞു, അവരെ പെൺമക്കളായി ചിത്രീകരിച്ചു. അശഹിദു ഖൽഖഹും, അവർ മലക്കുകളുടെ സൃഷ്ടിപ്പിന് സാക്ഷ്യം വഹിച്ചിരുന്നോ? സതുക്തബു ഷഹാദത്തുഹും, അവരുടെ സാക്ഷിത്വം രേഖപ്പെടുത്തപ്പെടുകയും വയുസ്അലൂൻ, അവരുടെ ഈ കാര്യത്തിൻ്റെ വിഷയത്തിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ, കർശനമായി അതിനെ വിശുദ്ധ ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്നത് കാണാം. പിന്നീട് സൂറത്തു സ്വാഫാത്തിൽ ആ വിഷയം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാതു വലഹുമുൽ ബനൂൻ. പ്രവാചകരെ, അവരോടൊന്ന് ഫത്വ ചോദിക്കുക. അള്ളാഹു തനിക്ക് പെൺമക്കളെ നൽകുകയും പെൺമക്കളെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ആൺമക്കൾക്ക് പ്രാധാന്യം നൽകുകയുമാണോ? അള്ളാഹുവിൻ്റെ മലക്കുകളെ നിങ്ങൾ പെൺമക്കളായി ചിത്രീകരിക്കും, അതേസമയം പെൺമക്കളേക്കാൾ നിങ്ങൾ ആൺമക്കൾക്ക് മഹത്വം നൽകുകയും ആൺമക്കളുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അഭിമാനം നടിക്കുകയും ചെയ്യുകയാണോ? അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ. അതല്ല, മലക്കുകളെ പെൺമക്കളായിക്കൊണ്ടാണ് നാം സൃഷ്ടിച്ചത് എന്നുള്ളതിന് അവർ സാക്ഷികളാണോ? അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ. അവർ അവരുടെ കെട്ടിച്ചമച്ച വാക്കുകളാണ് പറയുന്നത്. വലദല്ലാഹ് വ ഇന്നഹും ലകാദിബൂൻ. അള്ളാഹു സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത്, സന്താനമുണ്ടായി എന്നുള്ളത് അവർ കള്ളമായി പറഞ്ഞു വരുത്തുന്നതാണ്. അസ്തഫൽ ബനാതി അലൽ ബനീൻ. പെൺമക്കൾക്കുപരിയായി നാം ആൺമക്കൾക്കുപരിയായി കൊണ്ട് നാം പെൺമക്കളെ തിരഞ്ഞെടുത്തു എന്നാണോ അവർ പറയുന്നത്? മാലക്കും കൈഫ തഹ്കുമൂൻ. നിങ്ങൾക്ക് എന്തു പറ്റി? ഏതൊരു രൂപത്തിലാണ് നിങ്ങൾ വിധി പറയുന്നത്? അഫലാ തദക്കറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അംലക്കും സുൽത്താനുൻ മുബീൻ. അതല്ല, വളരെ വ്യക്തമായ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ അള്ളാഹു രോക്ഷത്തോടുകൂടി വളരെ കർക്കശമായ രൂപത്തിൽ അതിനെ പ്രതികരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മലക്കുകളെക്കുറിച്ച്, അവർ ഭക്ഷണം കഴിക്കുന്നവരാണോ? മനുഷ്യരെ പോലെ ജലപാനമുള്ളവരാണോ? ജിന്നുകളെക്കുറിച്ചും മറ്റുമൊക്കെ പ്രമാണങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ മലക്കുകൾ ഭക്ഷിക്കുക, കുടിക്കുക എന്ന പ്രവർത്തികൾ അവരിൽ കാണപ്പെടുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒരിക്കലുമില്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ പറയുന്നത്. മലക്കുകൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല, അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് വിശുദ്ധ പ്രമാണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. സൂറത്തു ദാരിയാത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ അതിഥികളായിക്കൊണ്ട് ചില മലക്കുകൾ കടന്നു വന്ന ചരിത്രം പറയുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. ഇബ്രാഹിമിൻ്റെ ആദരണീയരായ അതിഥികളെക്കുറിച്ചുള്ള വാർത്ത പ്രവാചകരെ താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ടോ? ഇദ്ദഖലു അലൈഹി
ഫഖാലു സലാമ, അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ച സന്ദർഭം അവർ പറഞ്ഞു സലാം എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു. ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ, അദ്ദേഹം അതിന് മറുപടി ആയിക്കൊണ്ട് സലാം മടക്കുകയും ഇതൊരു പരിചയമില്ലാത്ത ആളുകളാണല്ലോ എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അവരെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഫറാഗ ഇലാ അഹ്ലിഹി, അദ്ദേഹം തൻ്റെ കുടുംബത്തിലേക്ക് ചെന്നു. അഥവാ തൻ്റെ വീട്ടിലുള്ള ആളുകളോട് അവരെ സൽക്കരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് സംസാരിച്ചു. ഫജാഅ ബിഇജ്ലിൻ സമീൻ, തടിച്ച ഒരു കാളക്കുട്ടിയെ അറുത്ത് അതിനെ കൃത്യമായ രൂപത്തിൽ നാറിൽ തീ കൊണ്ട് അതിനെ പാകപ്പെടുത്തി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന കഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. ഫഖറബഹു ഇലൈഹിം, അവരിൽ അടുക്കലേക്ക് തീന്മേശയിൽ വെച്ചു കൊടുത്തു. ഖാല അലാ തഅകുലൂൻ, അവർ ഭക്ഷിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവരെ സൽക്കരിച്ചു. ഫഔജസ മിൻഹും ഖീഫ, അദ്ദേഹത്തിന് ഒരു ഭയം തോന്നി, അവർ കഴിക്കുന്നില്ല. ഖാലു ലാ തഖഫ്, അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ടതില്ല. വബശറൂഹു ബിഗുലാമിൻ അലീം, വിജ്ഞാനമുള്ള അറിവുള്ളൊരു മകനുണ്ടാകുന്നു എന്ന സന്തോഷ വാർത്ത അവർ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുമ്പിലേക്ക് ഒട്ടകത്തെ കൊണ്ടുവന്ന് പാചകം ചെയ്ത് അവർക്ക് കഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ അവരത് കഴിക്കുന്നില്ല. ആതിഥ്യം അതിഥി തൻ്റെ മുമ്പിലേക്ക് തന്നെ ആതിഥേയൻ കൊണ്ടുവന്നത് കഴിക്കുക, അദ്ദേഹം സ്നേഹത്തോടു കൂടി നൽകിയത് തിരസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വിശ്വാസികൾ സ്വീകരിക്കേണ്ട മാതൃകയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും സൽക്കരിച്ചിട്ടുണ്ട്, അവിശ്വാസികളും സൽക്കരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്നേഹത്തോടെ ആ സൽക്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഇസ്ലാമിക മര്യാദയാണ്. അങ്ങനെ ഒന്ന് ഭക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള മലക്കുകളായിരുന്നെങ്കിൽ അവർ അത് ഭക്ഷിക്കുകയും ഇബ്രാഹിം നബി അവരെ സൽക്കരിച്ചത് അവർ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്കതിന് നിർവാഹമല്ല. കാരണം അന്നം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത് അവരുടെ പ്രകൃതിയിൽപ്പെട്ടതല്ല. അത് അള്ളാഹു അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ നൽകിയതല്ല എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് മലക്കുകളുടെ വാസം എവിടെയാണ്? മലക്കുകൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മലക്കുകൾക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടികളും അള്ളാഹു കൃത്യമായി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ ഭൂമിയിലേക്ക് വരും. ആകാശലോകത്തുള്ളവരുണ്ട്, അർശ് വഹിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരുണ്ട്. ആ വിഷയത്തിലേക്കൊക്കെ നമുക്ക് വിശദമായി പിന്നീട് കടന്നു വരാം. ഏതായിരുന്നാലും മലക്കുകളെക്കുറിച്ച് പറയുമ്പം ഉപരിലോകത്തുള്ളവർ എന്ന രൂപത്തിൽ തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചത്. ഫൈൻ ഇസ്തക്ബറു ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു, അവർ ഇനി അഹങ്കാരം നടിക്കുകയാണെങ്കിൽ താങ്കളുടെ റബ്ബിൻ്റെ സമീപത്തുള്ളവർ അദ്ദേഹത്തെ അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ അവരെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇൻദ റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ അടുക്കലുള്ളവർ. റബ്ബ് അള്ളാഹു എവിടെയാണെന്ന ചോദ്യത്തിന് ഫിസ് സമാഇ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മറുപടി. ഉപരിലോകത്താണ്, ആകാശലോകത്താണ്. നിൻ്റെ റബ്ബിൻ്റെ കൂടെയുള്ളവരെന്ന് പറയുമ്പം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപരിലോകത്തുള്ളവരാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വമാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കാണ്. പ്രവാചകരെ, അങ്ങയുടെ റബ്ബിൻ്റെ കൽപ്പനയില്ലാതെ ഞങ്ങൾ ഇറങ്ങി വരൂല. ഇറങ്ങി വരണമെങ്കിൽ ഉപരിലോകത്തുള്ള ഒരാളാവണം. ഇതിൽ നിന്നൊക്കെയും വളരെ വ്യക്തമായി മലക്കുകൾ ആകാശലോകത്ത് വസിക്കുന്നവരാണെന്നും അവർ അവരുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും, സദസ്സുകളിൽ പങ്കെടുക്കും, വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കും, കാര്യങ്ങൾ എഴുതി വെക്കാനും മറ്റും രേഖപ്പെടുത്താനും റബ്ബ് പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കും, റൂഹനെ പിടിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത്, മലക്കുകൾക്ക് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടില്ലാത്ത ഒരു പ്രകൃതി നൽകിയിട്ടുണ്ട്. ഖുദ്റത്തുഹും അല തശ്കീൽ, വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് അവർക്ക് അള്ളാഹു തനതായ ഒരു രൂപം നൽകിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തനതായ ഒരു രൂപം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മലക്കുകൾക്ക് അവരുടേതായ രൂപമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചില സന്ദർഭങ്ങളിൽ മനുഷ്യരുടെ രൂപത്തിലാണ്. നമ്മളിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളെക്കുറിച്ച് പറഞ്ഞു. അവർ മനുഷ്യരൂപത്തിലാണ് കടന്നു വരുന്നത്. അവരെ മനുഷ്യരായിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുന്നത്. അവർ മനുഷ്യരല്ല എന്നുള്ളത് പിന്നീട് അവർ പറയുമ്പോഴാണ് അവർക്ക് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ അവർ രൂപം മാറി വരുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് സൂറത്തു മറിയമിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ, കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലം തേടി തൻ്റെ കുടുംബത്തിൽ നിന്ന് ഗർഭിണിയായ സമയത്ത് അകന്ന് താമസിച്ച മറിയം, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ, അവരിൽ നിന്നൊരു മറ സ്വീകരിച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹന, നമ്മുടെ ആത്മാവിനെ അവരിലേക്ക് നാം അയച്ചു.
റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫതമസ്സല ലഹാ ബശറൻ സവിയ, അദ്ദേഹം ഒരു മനുഷ്യരൂപത്തിലാണ് മറിയം റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് മറിയം റളിയല്ലാഹു അൻഹ, നീ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ അകന്നുപോയെന്ന് പറഞ്ഞ്, അതൊരു പുരുഷൻ തൻ്റെ സമീപത്തേക്ക് വരുന്നു, അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. ഫതമസ്സല ലഹാ ബശറൻ സവിയ. അപ്പോൾ മനുഷ്യരൂപം സ്വീകരിക്കുക എന്നുള്ളത് മലക്കുകൾക്ക് അള്ളാഹു നൽകിയതാണ് എന്നുള്ളത് മനസ്സിലാകും. അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രം നടക്കുന്നതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ പറഞ്ഞു സാക്ഷാൽ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യം കണ്ടു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സാക്ഷാൽ രൂപത്തിലല്ലാതെ പ്രവാചകൻ്റെ സമീപത്തേക്ക് കടന്നു വന്നതായി നമുക്ക് ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ്. ദഹിയ്യത്ത് ഇബ്നു ഖലീഫ അൽ കൽബി എന്ന് പറയുന്ന ആളാണ്. ദഹിയ്യത്തുൽ കൽബി എന്ന് ചുരുക്കത്തിൽ വിളിക്കും. ദഹിയ്യത്തുൽ കൽബി എന്ന് പറയുന്നത് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അതീവ സുന്ദരനായ സൗന്ദര്യമുള്ളൊരു സ്വഹാബിയായിരുന്നു. ജിബ്രീൽ പലപ്പോഴും ദഹിയ്യത്തു ഇബ്നു ഖലീഫ അൽ കൽബിയുടെ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയും അവരോട് സംസാരിക്കുകയും ചെയ്ത്. മനുഷ്യരൂപത്തിൽ അവർ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് നമുക്കൊക്കെ അവരെ ദർശിക്കാൻ സാധിക്കും. കാരണം മനുഷ്യരുടെ പ്രകൃതിയിലാണ് അവർ വരുന്നത്. അവർ മലക്കാണോ അതല്ല മനുഷ്യരാണോ എന്നുള്ളത് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. ആ സമയത്ത് സ്വഹാബത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അവർ ദഹിയ്യത്തുൽ കൽബിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് അത് ജിബ്രീലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. പിന്നീട് ചില സന്ദർഭങ്ങളിൽ അറാബിയുടെ രൂപത്തിൽ മറ്റു ഒരു മനുഷ്യരുടെ രൂപങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ മലക്കുകളുടെ ഈ ഒരു പഠന ഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ അല്പം ദീർഘമായ ഹദീസ്. അവിടെ ഈ സംഭവം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നതും ഇതേ രൂപത്തിലാണ്. ഇത് ത്വല അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി വ ശദീദു സവാദി ശഅരി ലാ യുറാ അലൈഹി അസറു സഫർ. ഈ വെളുവെളുത്ത വസ്ത്രം ധരിച്ച ഈ കറുകറുത്ത മുടിയുള്ള യാത്രയുടെ അടയാളവും ഇല്ലാത്തൊരു മനുഷ്യൻ ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ആളുകളെല്ലാവരും വിചാരിച്ചു ഏതോ ഒരു മനുഷ്യൻ, പരിചയമല്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം ധൈര്യമുള്ള വ്യക്തി എന്ന് അവർ അത്ഭുതപ്പെട്ടു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അതദ്രി മൻ സാഇൽ, ആരാണ് വന്ന് ചോദിച്ചതെന്ന് അറിയുമോ ഉമർ? അല്ലാഹു വറസൂലു ആലം. ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും അംറ ദീനിക്കും. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് വന്നത്, നിങ്ങളുടെ ദീനെ നിങ്ങളെ പഠിപ്പിക്കാനാണ് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജിബ്രീലാണ് വന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നത്. പിന്നീട് മലക്കുകളുടെ യാത്രയുടെ വേഗത. മനുഷ്യൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശമാണ്. ഒരു പ്രകാശം ഒരു മിനിറ്റിൽ ഏകദേശം 1,80,00,000 കിലോമീറ്ററുകൾ താണ്ടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഏകദേശം 15 കോടി കിലോമീറ്റർ വഴി ദൂരമുണ്ട്. 8 മിനിറ്റും 20 സെക്കൻഡും എടുത്തുകൊണ്ടാണ് ഈ പ്രകാശം ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് എത്തുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് പ്രകാശത്തിന് ഭൂമിയുടെ ചുറ്റളവിൽ 7 തവണയിലധികം ഭൂമിയെ കവർ ചെയ്യാൻ ഒരു സെക്കൻഡ് കൊണ്ട് 7 പ്രാവശ്യം ചുറ്റിക്കറങ്ങാൻ സാധിക്കുമെന്ന് പറയുന്നു. അത്ര വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പം ഏറ്റവും വേഗതയുള്ള സഞ്ചാരം നമ്മൾ അറിഞ്ഞിടത്തോളം പ്രകാശമാണ്. എന്നാൽ മലക്കുകളുടെ സഞ്ചാരത്തെ നമുക്ക് അതിനേക്കാളും വേഗതയിലാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് അവർ. അവരെ ഭൗതികമായ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാനോ അവരുടെ വേഗത അളക്കുവാനോ കഴിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് സൂര്യനിലേക്കുള്ള യാത്രയാണ് ഈ 15 കോടി കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകാശങ്ങളിൽ അതിനേക്കും മുകളിൽ എത്രയോ പ്രകാശ വർഷങ്ങൾ അകലം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളുണ്ട്. അതെല്ലാം കവർ ചെയ്ത് 1-ാം ആകാശവും 2-ാം ആകാശവും 3-ാം ആകാശവും 7-ാം ആകാശത്ത് നിന്ന് മലക്കുകൾ അള്ളാഹുവിൻ്റെ ദൂതുമായി കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത് വളരെ സെക്കൻഡ് നേരം കൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലമ്മ ഉജിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ കഅബ, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനിടയിൽ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് അവരാഗ്രഹിച്ചതുപോലെ, റസൂൽ ആഗ്രഹിച്ചതുപോലെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള കൽപ്പന വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ ബി ഇഖ്വാനിന അല്ലദീന മാതു വഹും യുസല്ലൂന ഇലാ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച്
അവസാനം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന മുമ്പ് മരിച്ചു പോയവരുണ്ടല്ലോ, നമ്മൾ ഇനി മുതൽ കഅബയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ബൈത്തുൽ മഖ്ദിസിലേക്ക് ഇത്രയും കാലം തിരിഞ്ഞ് നമസ്കരിച്ച് മരിച്ചു പോയവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് തെറ്റുപറ്റിയോ എന്നുള്ളതാണ്. അപ്പോൾ ഈമാനിൻ്റെ അടിസ്ഥാനപരമായ ഒരു പാഠം കൂടി അതിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കേവലം എവിടെയെങ്കിലേക്കും തിരിഞ്ഞു നിൽക്കലോ കഅബയിലേക്കോ ബൈത്തുൽ മഖ്ദിസിലേക്കോ തിരിഞ്ഞു നിൽക്കുക എന്ന കേവല തിരിഞ്ഞു നിൽക്കലല്ല നന്മ. നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കലാണ്, കൽപ്പനക്ക് കീഴ്പ്പെടലാണ് എന്നുള്ള വലിയൊരു പാഠമാണ് അവിടെ പകർന്നു കൊടുക്കുന്നത്. ആ സമയത്ത് ഈ ചോദ്യം വരേണ്ട താമസം ഫഅൻസലല്ലാ, അടുത്ത സെക്കൻഡിൽ ഈ ചോദ്യത്തിന് ഉത്തരം അതേ സമയത്ത് തന്നെ വഹയായി കൊണ്ടുവരികയാണ്. വമാ കാനല്ലാഹു ലിയുദിഅ ഈമാനക്കും, അള്ളാഹു നിങ്ങളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തൂല. ആ സെക്കൻഡിൽ അത് അവതരണം നടക്കുകയാണ്. പിന്നീട് ജൂതന്മാർ കടന്നു വരുന്നു, റസൂലിനോട് ചോദിക്കുന്നു യസ്അലൂനക അനിർ റൂഹ്, പ്രവാചകരെ എന്താണ് ആത്മാവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അടുത്ത സെക്കൻഡിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, പ്രവാചകരെ പറഞ്ഞേക്കുക റൂഹ് ആത്മാവ് എന്നുള്ളത് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എത്ര വേഗതയിലാണ് അവരുടെ സഞ്ചാരങ്ങൾ, കണ്ണിമ വേഗതയിലാണ് നമുക്ക് ഇത്രയും വലിയ വഴിദൂരം താണ്ടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മലക്കുകളുടെ അറിവിനെ കുറിച്ചൊരു ചോദ്യം. മലക്കുകളുടെ അറിവിൻ്റെ അടിസ്ഥാനം എന്താണ്? മനുഷ്യരെ പോലെ അറിവുള്ളവരാണോ? അല്ല, മനുഷ്യരുടെ അറിവും മലക്കുകളുടെ അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാമങ്ങൾ മുഴുവൻ അള്ളാഹ് പഠിപ്പിച്ചു. നാമങ്ങൾ പഠിപ്പിച്ചു എന്നതിന് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അഥവാ ഓരോ നാമങ്ങളും വേറെ വേറെ കൃത്യമായ ഓരോന്നിനെയും റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു എന്ന വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അതല്ല, നാമങ്ങൾ ഇടാനും കാര്യങ്ങൾ പരിചയപ്പെടാനും അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി അത് കണ്ടെത്തി അതിനെ നാമകരണം ചെയ്യാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ ഗവേഷണപരമായ കഴിവുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മനുഷ്യൻ അങ്ങനെ ഒരു ഗവേഷണാത്മകമായ ഇടപെടലുകളും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അതിന് നാമം നൽകാനുമൊക്കെ മനുഷ്യൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്നുള്ളതാണ്. വല്ലമാദവൽ അസ്മാ കുല്ലഹ സുമ്മ അറളഹും അലൽ മലായിക, എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. ഫഖാല അംബിഊനി ബി അസ്മാഇ ഹഉലാഇ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഇതിൻ്റെ പേരുകളൊന്ന് പറഞ്ഞു തരൂ. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകിയതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. പടച്ചവനെ നീ പഠിപ്പിച്ചതല്ലാതെ. അപ്പം മലക്കുകൾക്ക് അള്ളാഹു നൽകിയ അറിവ് അള്ളാഹു നേരിട്ട് കൊടുത്താണ്. മനുഷ്യരെ പോലെ കാര്യങ്ങൾ പഠിക്കുക, അന്വേഷിച്ച് കണ്ടെത്തി ഗവേഷണം നടത്തി അങ്ങനെയുള്ള ഒരു ജീവിതത്തിനല്ല അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. അള്ളാഹു അവർക്ക് കൊടുത്ത അറിവ് വളരെ കൃത്യമായി അവർക്കുണ്ട്. അതിലൊന്നും പിഴവ് സംഭവിക്കില്ല. അത് കൃത്യമായി അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. എന്നാൽ മനുഷ്യൻ്റെ അറിവോ ഈ കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷിക്കാനും ഒക്കെയുള്ള ഒരു രൂപത്തിലുള്ള അറിവ് മനുഷ്യൻ്റെത് വ്യത്യസ്തമായ അറിവാണ്. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, പിന്നീട് ആദമിനോട് പറയാം, ആദം അവർക്ക് ഇതിൻ്റെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഫലമ്മ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അലമു ഗൈബസ് സമാവാതി വൽ അർദ്, അദ്ദേഹം അത് വളരെ ഭംഗിയായി അത് ചെയ്തപ്പം മലക്കുകളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആകാശഭൂമികളുടെ അദൃശ്യം ഞാൻ അറിയുന്നു എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞില്ലേ. വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വെക്കുന്നതും ഒക്കെ ഞാൻ അറിയുമെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് മലക്കുകൾ എല്ലാ കാര്യത്തിലും കൃത്യതയുള്ളവരാണ്, വ്യവസ്ഥയുള്ളവരാണ്, ചിട്ടയുള്ളവരാണ്. മനുഷ്യരെ പോലെയല്ല. ചിട്ടയോടുകൂടിയാണ് അവരുടെ പെരുമാറ്റം, ചിട്ടയോടുകൂടിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി സൂറത്തുൽ ഫജ്ർ, നബ തുടങ്ങിയ സൂറത്തുകൾ കാണാം. കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെടുമ്പോൾ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിൻ്റെ റബ്ബ് കടന്നു വരും. വൽ മലക്ക്, മലക്കുകൾ കടന്നു വരുന്നത് എങ്ങനെ? സഫൻ സഫ, അണിയണിയായി നിരനിരയായി കൊണ്ട് കടന്നു വരും. വിശുദ്ധ ഖുർആൻ സൂറത്തു നബയിൽ പറഞ്ഞു യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ, അന്ന് ആത്മാവും മലക്കുകളും സഫായി അണിനിരക്കുന്ന ദിവസം. ലാ യതകല്ലമൂന ഇല്ലാ മൻ ആദിന ലഹുർ റഹ്മാനു വഖാല സവാബ, അള്ളാൻ്റെ കൽപ്പന അല്ലാതെ ഒരക്ഷരം അവർ മിണ്ടൂല. അന്ന് ആരും ഒരക്ഷരവും ഉണ്ടൂല. ഇവിടെയാണ് മലക്കുകളുടെ അണിയായി വരുന്നതിനെക്കുറിച്ചും അവരുടെ ചിട്ടയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ മലക്കുകൾ എങ്ങനെയാണോ അണിനിരക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊന്ന് അണിനിരന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നു, ഫഖുൽന യാ റസൂലല്ലാഹ് കൈഫ തുസഫു മലായികതു ഇൻദ റബ്ബിഹാ,
എങ്ങനെയാണ് മലക്കുകൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അണിനിരക്കുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അണിനിരക്കുന്നത് പറയുന്നുണ്ട്, യുത്തിമ്മൂന ഫി റിവായത്തിൻ യുക്മിലൂന സഫ അൽ അവ്വല ഫൽ അവ്വൽ. ഓരോ സൊഫായി അവർ വളരെ ഭംഗിയായി വയതറാസൂന ഫി സഫ്, ആ സൊഫിൻ്റെ രൂപത്തിൽ അണിനിരക്കേണ്ട രൂപത്തിൽ ചിട്ടയോടെ അടുക്കത്തോടെ ചേർന്നുകൊണ്ട് അവർ ഭംഗിയായ രൂപത്തിൽ നിലകൊള്ളുന്നവരാണ്. അത് അവരുടെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നീട് മലക്കുകൾ മനുഷ്യരെ പോലെ ക്ഷീണമോ പ്രയാസമോ അനുഭവിക്കുന്ന ആളുകളല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. രാവും പകലുമില്ലാതെ തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് തസ്ബീഹ് നടത്തിയ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മതിയായി എന്നൊരു തോന്നലുണ്ടാവും. ഇല്ല, അവർക്കൊരു ക്ഷീണമോ പ്രയാസമോ ബാധിക്കുന്നില്ല. ഫൈനിസ്തക്ബറു സൂറത്ത് ഫുസ്സിലത്ത്, അവർ അഹങ്കരിക്കുകയാണെങ്കിൽ ഫല്ലദീന ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ, നമ്മൾ തൊട്ടുമുമ്പ് ഓതിയ ആയത്താണ്, യുസബ്ബിഹൂന ലഹു, അവന് വേണ്ടി അവനെ പരിശുദ്ധിപ്പെടുത്തുന്നു, ബില്ലൈലി വന്നഹാർ, രാവും പകലും, വഹും ലാ യസ്അമൂൻ, അവർക്ക് യാതൊരു മടുപ്പില്ല. മലക്കുകളുടെ സൃഷ്ടിപ്പ് പ്രത്യേകമായ സൃഷ്ടിപ്പാണ്. അടുത്തൊരു ചോദ്യം, മലക്കുകളുടെ നാമങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? തീർച്ചയായും ചില മലക്കുകളുടെ നാമങ്ങൾ വിശുദ്ധ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ മലക്കുകളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. മലക്കുകളുടെ നാമങ്ങൾ വളരെ കൃത്യമായി ചില ഹദീസുകളിലൂടെ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളിലൂടെ കടന്നു വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് പല പരാമർശങ്ങൾ, റൂഹൽ ഖുദുസ് എന്നും ജിബ്രീൽ എന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ജിബ്രീൽ, മീകാൽ എന്ന പേരുകൾ അവിടെ പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. പിന്നീട് ഇസ്രാഫീൽ എന്നുള്ളതാണ്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ, ഉറങ്ങുന്ന സമയത്ത് റസൂൽ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല ഔ ഇസ്രാഫീൽ അൻത തഹ്കുമു ബൈന ഇബാദിക്. ജിബ്രീലിൻ്റെയും മീകാലിൻ്റെയും ഇസ്രാഫീലിൻ്റെ റബ്ബെ, നീയാണ് നിൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്. അവിടെ ഇസ്രാഫീൽ എന്ന പേര് പരാമർശിച്ചതായി കാണാം. മാലിക് എന്ന പേര് പരാമർശിക്കപ്പെട്ട് കാണാം. നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കാണ്. നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനെ കുറിച്ച് ആ നാമം സൂറത്ത് സുഹ്റുഫിൽ പറയുന്നുണ്ട്. നരകാവകാശികളായ ആളുകൾ, നരകക്കാരായ ആളുകൾ, വനാദൗ യാ മാലിക്, അല്ലയോ മാലിക്കേ, ലിയഖ്ദി അലൈന റബ്ബുക്, നിൻ്റെ റബ്ബിനോട് ഞങ്ങളൊന്ന് കൊന്നു തരുമോ എന്ന് പറയുമോ? ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ജീവിതമൊന്ന് അവസാനിപ്പിച്ചു തരുമോ എന്ന് പറയുമോ? ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ അവിടെ തുടരുന്നവരാണ് എന്ന് അദ്ദേഹം മറുപടി പറയുമെന്നുള്ളതാണ്. പിന്നീട് റിദ്വാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം, ഇവർ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നുണ്ട്, വഖാസിനുൽ ജന്നതി മലകുൻ യുഖാലു ലഹു റിദ്വാൻ, സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു മലക്കാണ്. മുസറഹം ബിഹി ഫി ബഅദിൽ അഹാദീസ്, ചില ഹദീസുകളിൽ അദ്ദേഹത്തെ വളരെ വ്യക്തമായി ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റിദ്വാൻ അലൈഹിസ്സലാം എന്ന പരാമർശം കാണാം. പിന്നീട് മുൻകർ നക്കീർ എന്നുള്ളതാണ്. ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ വിശുദ്ധ പ്രമാണങ്ങളിൽ, പ്രവാചക വചനങ്ങളിൽ അങ്ങനെ തന്നെ ആ പേരുകൾ പരാമർശിച്ചത് കാണാൻ സാധിക്കും. പിന്നീട് വിശുദ്ധ ഖുർആനിൽ ഹാറൂത്ത് വ മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ പരാമർശിച്ചത് സൂറത്തുൽ ബഖറയിലെ ഒരു വിഷയം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ എന്ന് പറയുന്ന ആയത്തിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മുൽക്കിനെ കുറിച്ച്, രാജാധിപത്യത്തെക്കുറിച്ച് പിശാചുക്കൾ പറയുന്നത് അവർ സ്വീകരിച്ചു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കാഫിറായിട്ടില്ല, പിശാചുക്കളാണ് കാഫിറായത്, ജനങ്ങൾക്ക് അവർ സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. എന്നിട്ട് പറയുന്ന വാചകമുണ്ട്, വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വ മാറൂത്ത്, ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത്. ആ അർത്ഥത്തിൽ അവരുടെ രണ്ട് പേരുകൾ അവിടെ പരാമർശിച്ചായി കാണാൻ സാധിക്കും. പിന്നീട് സാധാരണയായി റഖീബ്, അതീദ് എന്ന രണ്ട് പ്രയോഗങ്ങൾ. റഖീബ്, അതീദ് എന്നുള്ളത് നാമങ്ങളാണെന്ന് ചില ആളുകൾ പറഞ്ഞായി കാണാം. യഥാർത്ഥത്തിൽ ആ വിഷയം പരിശോധിക്കുമ്പോൾ അത് നാമങ്ങളല്ല, മറിച്ച് അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഏൽപ്പിച്ച മലക്കുകളുടെ വിശേഷണമായിക്കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാമങ്ങളായിക്കൊണ്ട് പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആന് സൂറത്തു ഖാഫിൽ, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈൻ,
ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്നു കൊണ്ട് എല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന രേഖപ്പെടുത്തുന്ന സന്ദർഭം മ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവർ ഒരക്ഷരവും ഉച്ചരിക്കുന്നില്ല, അവരുടെ അടുക്കൽ എല്ലാം നോക്കിക്കാണുന്ന സന്നദ്ധരായിട്ടുള്ള മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ റഖീബ് എന്നുള്ളത് മുറാഖബ, ഒബ്സർവേഷൻ എന്ന അർത്ഥത്തിലാണ്. റഖീബ് ഒബ്സർവ് ചെയ്യുക, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, വളരെ സൂക്ഷ്മമായി അത് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന 2 മലക്കുകൾ എന്ന അർത്ഥത്തിൽ വിശേഷണമായി പറഞ്ഞതാണെന്നാണ് മനസ്സിലാവുന്നത്, നാമമായി പറഞ്ഞതല്ല. പിന്നീട് അസ്റായീൽ എന്നൊരു പ്രയോഗം കാണാൻ ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. അസ്റായീൽ എന്ന മലക്ക് മലക്കുൽ മൗത്ത് എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ അസ്റായീൽ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനോ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്ന ഹദീസുകളിലോ എവിടെയോ നമുക്ക് കാണാൻ കഴിയില്ല. അത് ചില ആളുകളും ചില പണ്ഡിതന്മാരും ചില ആസാറുകളിൽ ചില സ്വഹീഹ് അല്ലാത്ത രൂപത്തിൽ വന്ന പല റിപ്പോർട്ടുകളിൽ നിന്നും കടമെടുത്തുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളാണ്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും സൂക്ഷ്മമായ നിലപാട് വിശുദ്ധ ഖുർആനും പ്രവാചകനും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തന്നത് എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. മലക്കുൽ മൗത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവേശിപ്പിച്ചത്. മരണത്തിൻ്റെ മലക്കുൽ മൗത്ത്, അത് തന്നെ സ്വീകരിച്ചാൽ മതി. മരണത്തിൻ്റെ മലക്ക് എന്ന പ്രയോഗമാണ് അതിൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത്. അസ്റായീൽ എന്ന പ്രയോഗം സ്വീകരിക്കേണ്ടതില്ല, അത് പ്രമാണങ്ങളിലൂടെ കൃത്യമായി വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ചോദ്യം, ഈ ചോദ്യത്തോടു കൂടി അതിൻ്റെ ഉത്തരത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഹൽ ജമൂത്തുൽ മലായിക്ക, മലക്കുകൾക്ക് മരണമുണ്ടോ? മലക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകൾ മരിക്കുമോ? മനുഷ്യർ മരിക്കുന്നത് പോലെ മലക്കുകൾക്ക് മരണമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടിയാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖാണ്. ഖാലിഖ് അല്ലാഹ് മാത്രമാണ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ അവൻ മാത്രമാണ്. മഖ്ലൂഖിന് തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്, ആരംഭവുമുണ്ട് അവസാനവുമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അള്ളാഹ്ക്ക് പുറമെ ഏതെങ്കിലും ഒരു ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. എത്ര അർത്ഥവത്തായ വചനം എന്നറിയോ? വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാം നശിക്കുന്നതാണ് അവൻ്റെ മുഖമല്ലാതെ. അള്ളാഹു അല്ലാത്തതെല്ലാം നശിക്കുന്നതാണ്. അതിൽ ജിന്ന് പെട്ടു, മലക്ക് പെട്ടു, മനുഷ്യൻ പെട്ടു, സകല മഖ്ലൂക്കുകളും പെട്ടു. എല്ലാവരും ഒരു നാൾ അവസാനിക്കുന്നതാണ് എന്നുള്ളത്. ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, അവനാകുന്നു എല്ലാത്തിൻ്റെയും ഭരണാധിപത്യം, അവനാകുന്നു വിധികർത്താവ്, അവനിലേക്കാവുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. സൂറത്തു സുമറിൽ അല്ലാഹ് പറഞ്ഞു വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിലൂതപ്പെട്ടാൽ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം ബോധരഹിതരായി വീഴും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാവരും മരിക്കും. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എല്ലാവരും മരിക്കും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, പിന്നീട് ഒരു ഊത്തുണ്ടാകുമ്പോൾ അവരൊക്കെ എഴുന്നേൽക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി കാണാം, കാഹളത്തിലൂതപ്പെട്ടാൽ എല്ലാവരും മരിക്കും. അവസാനം മരിക്കുന്നത് മരിപ്പിക്കുന്ന മലക്കായിരിക്കും, മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്തായിരിക്കും അവസാനം മരിക്കുക, ഏറ്റവും അവസാനം. അള്ളാഹ് മാത്രം ബാക്കിയാവും. ഒരു മഖ്ലൂക്കില്ലാതെ എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന അവസ്ഥ വരും, മലക്കുകളും. ആ സമയത്താണ് അള്ളാഹു അനൽ മലിക് അനൽ ജബ്ബാർ ഫൈനൽ ജബാബിർ, ഞാനാണ് ജബ്ബാർ, ഞാനാണ് അധികാരി. ഇവിടെ അഹങ്കരിച്ചവരൊക്കെ എവിടെ? ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നിൻ്റെ ആധിപത്യം? ആർക്കാണ് അവകാശം ചോദിക്കാനുള്ളത് എൻ്റെ ആധിപത്യത്തിൽ? ഒരാൾക്കും ഒരക്ഷരം ഉണ്ടാകാൻ ഒരു മനുഷ്യനില്ല, ഒരു ജിന്നില്ല, ഒരു മലക്കില്ല, ഒന്നുമില്ല. അള്ളാഹ് തന്നെ മറുപടി പറയും ലില്ലാ അൽ വാഹിദിൽ ഖഹാർ, ഒരുവനായ സർവ്വതിനെയും അടക്കി വാഴുന്നവനായ റബ്ബിന് മാത്രമാണ് ആധിപത്യം എന്ന് റബ്ബ് തന്നെ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും. അപ്പോൾ മലക്കുകൾക്ക് മരണമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ, മലക്കുകളുള്ള വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.